ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 1ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് നോക്കാം കേട്ടോ. എന്താ യൂണിറ്റിൻ്റെ പേര് നോക്കിയേ? മിയാവ്. എന്താണ്? മിയാവ് അല്ലേ? എന്താ മിയാവ്? ആരോ ഒരാൾ കരയുന്ന സൗണ്ട് അതല്ലേ? ആര് കരയുന്നത്? യെസ്, പൂച്ച അല്ലേ? ക്യാറ്റിൻ്റെ കരയുന്ന സൗണ്ടാണ് മിയാവ്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ, പാഠം നോക്കാം കേട്ടോ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. മിയാവ്. ഹി ഹേർഡ് എ സൗണ്ട്. എന്താ പറയുന്നത്? ദ പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ ആരാ? പട്ടിക്കുട്ടി അല്ലേ? യെസ്, പപ്പി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? നിലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ പട്ടിക്കുട്ടി? ദ പപ്പി വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക കേട്ടോ. സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്, ഒരു മാറ്റിൽ കിടന്നിട്ട് പട്ടിക്കുട്ടി ഉറങ്ങലായിരുന്നു. എവിടെയാണ്? നിയർ ദ സോഫയുടെ അടുത്ത് കേട്ടോ. മിയാവ്. പെട്ടെന്ന് അവൻ ഒരു സൗണ്ട് കേട്ടു. മിയാവ് എന്ന് ഒരു പൂച്ച കരയുന്ന സൗണ്ട് പെട്ടെന്ന് അവൻ കേട്ടു. ഓക്കെ, ഹി ഹേർഡ് എ സൗണ്ട്. ഓക്കെ, അവനൊരു ഒച്ച കേട്ടു. അതിന് ക്വസ്റ്റ്യൻ നോക്കി. ഹൂ സെഡ് മിയാവ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ആരാണ് ഹൂ സെഡ് മിയാവ്? ആരാ പറഞ്ഞത്? മിയാവ് എന്ന് പറഞ്ഞത് ആരാ? എല്ലാവരും പറ, ഉച്ചത്തിൽ പറഞ്ഞ ആരാ പറഞ്ഞത്? യെസ്, പൂച്ച അല്ലേ? ക്യാറ്റ്. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കുക? നമുക്ക് നോക്കാം കേട്ടോ. The puppy raised his head. He looked around. എന്താ പറയുന്നത്? ആ പട്ടിക്കുട്ടി റേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി. ഓക്കെ, ഹിസ് ഹെഡ്, തല പൊക്കി നോക്കി. ഓക്കെ, ഹി ലുക്ഡ് അറൗണ്ട്, അവൻ ചുറ്റും നോക്കി. റേസ്ഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടില്ലേ? റേസ് യുവർ ഹാൻഡ്സ് എന്നൊക്കെ ടീച്ചർ പറയാറില്ലേ? ആരൊക്കെ ഹോംവർക്ക് ചെയ്യാത്തവർ റേസ് യുവർ ഹാൻഡ്സ് എന്ന് പറയാറില്ലേ? യെസ്, കൈ പൊക്കുമെന്ന്. അതാണ്. ഓക്കെ, റേസ്ഡ് എന്ന് പറഞ്ഞാൽ തല, ഇവിടെ തല പൊക്കി നോക്കി, ഹെഡ് അല്ലേ? റേസ്ഡ് ഹിസ് ഹെഡ്, തല പൊക്കി നോക്കി. ഓക്കെ, ആൻഡ് ഹി ലുക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. വാട്ട് വിൽ ഹി സീ? അവൻ എന്തായിരിക്കും കാണുക? നമുക്കറിയില്ല അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ, എന്താ കാണുമെന്ന്. ഓ, നോബഡി ഈസ് ഹിയർ. ഓ, ഇവിടെ ആരുമില്ല. നോബഡി ഈസ് ഹിയർ. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അവൻ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴോ മിയാവ്. പിന്നെയും കേട്ടു ഒരു പൂച്ച കരയുന്ന സൗണ്ട്. മിയാവ് അല്ലേ? പിന്നെയും കേട്ടു സൗണ്ട്. വാട്ട് വിൽ ദ പപ്പി ഡൂ നൗ? ഇനിയിപ്പോൾ പട്ടി എന്താ ചെയ്യുക? പട്ടിക്കുട്ടി എന്താ ചെയ്യുക? നമുക്കറിയില്ല അല്ലേ എന്താ ചെയ്യാന്ന്. നമുക്ക് നോക്കാം കേട്ടോ. ഹൂ ഈസ് ദർ? ആസ്ക്ഡ് ദ പപ്പി. ആരാ അവിടെ അല്ലേ എന്ന് ചോദിച്ചു. ഹൂ ഈസ് ദർ എന്ന് വെച്ചാൽ ആരാ അവിടെ എന്ന് ആസ്ക്ഡ് ദ പപ്പി ചോദിച്ചു. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. എവിടെ നോക്കിയത്? കട്ടിലിൻ്റെ അടിയിൽ നോക്കി. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. കണ്ടോ? ആ ചിത്രം കണ്ടോ? പട്ടിക്ക് നോക്കുന്ന കണ്ടോ കട്ടിലിൻ്റെ അടിയിൽ? നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരുമില്ല. നോബഡി ഈസ് ഹിയർ. ഓക്കെ, വിൽ ഹി സീ ദ ക്യാറ്റ്? അവൻ പൂച്ചയെ കാണുമായിരിക്കോ? പപ്പി അല്ലേ? പട്ടിക്കുട്ടി പൂച്ചയെ കാണുമായിരിക്കോ? നിങ്ങളോട് ചോദിക്കലാണ് കേട്ടോ. കാണുമായിരിക്കോ? നമുക്ക് നോക്കാം അല്ലേ. ദെൻ ഹി സെർച്ച് അണ്ടർ ദ ടേബിൾ. എവിടെയാണ് നോക്കിയത്? ദെൻ, അതിനുശേഷം, എന്നിട്ട് അവൻ അവൻ വീണ്ടും പരതി. സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പരത് അല്ലേ? സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. എവിടെയാണ് നോക്കിയത്? ടേബിളിൻ്റെ അടിയിൽ, അണ്ടർ ദ ടേബിൾ അല്ലേ? നോബഡി വാസ് ദർ. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. എവിടെ ഇപ്പം ക്യാറ്റ് എവിടെയുള്ളതെന്ന് നോക്കി. നിങ്ങൾ നോക്കിയ ചിത്രത്തിൽ എവിടെയാണ് ക്യാറ്റ് ഉള്ളത്? ഓൺ ദ ടേബിൾ അല്ലേ? ടേബിളിൻ്റെ മേലെയാണുള്ളത്. പപ്പി എവിടെയാണ് നോക്കുന്നത്? അണ്ടർ ദ ടേബിളാണ് നോക്കുന്നത്. അവിടെ ഇല്ല, അടിയിലില്ല അല്ലേ? പൂച്ച ടേബിളിൻ്റെ മേശയുടെ മുകളിലാണുള്ളത്. ഓക്കെ, വേർ ഈസ് ദ ക്യാറ്റ് നൗ? ഇപ്പോൾ ക്യാറ്റ് എവിടെയാണുള്ളത്? വേർ ഈസ് ദ ക്യാറ്റ് നൗ? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ അല്ലേ? യെസ്. വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? ആ പട്ടിക്കുട്ടി പൂച്ചയെ കാണുമായിരിക്കോ? വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? ആ പട്ടി പൂച്ചയെ കാണുമായിരിക്കോ? ഇപ്പോൾ കാണുമോ നമുക്കറിയില്ല അല്ലേ? നമുക്ക് നോക്കാമല്ലോ കാണുമോ എന്ന്. ഹി ക്ലൈംഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. എന്താ പറയുന്നത്? ഹി ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ എന്താ? കയറി. എവിടെയാണ് കയറിയത്? വിൻഡോൻ്റെ മുകളിൽ ചാടി കയറി കേട്ടോ. ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞാൽ കയറുക, ക്ലൈംഡ്. ഓക്കെ, ചാടി കയറി വിൻഡോൻ്റെ മുകളിൽ. എന്നിട്ടോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്, പുറത്തേക്ക് നോക്കി. ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. എന്തിനാ കണ്ടത്? ഹി സോ, അവൻ കണ്ടു. എ റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻകോഴി കേട്ടോ. ഒരു പൂവൻകോഴിയെ കണ്ടു. ഇൻ ദ യാർഡ്, എവിടെയാണ് കണ്ടത്? മുറ്റത്ത്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റമാണ്. മുറ്റത്ത് അവനൊരു പൂവൻകോഴിയെ കണ്ടു. വാട്ട് വിൽ ദ പപ്പി ഡൂ നൗ? പപ്പി ഇനി എന്താ ചെയ്യുക? നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്തായിരിക്കും ഇനി പപ്പി ചെയ്യുക? ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. ദ പപ്പി എന്ത് ചെയ്തു? റാൻ. എന്താണ്? റൺ എന്നുള്ള എൻ്റെ പാസ്റ്റാണ് റാൻ. ഓക്കെ, റൺ എന്ന് പറഞ്ഞാൽ ഓടുക, റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ഓക്കെ, ഓടി. എങ്ങോട്ടേക്കാണ് ഓടിയത്?
റൂസ്റ്ററിൻ്റെ അടുത്തേക്ക് അല്ലേ പൂവൻകോഴിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പട്ടിക്കുട്ടി കേട്ടോ. ഹൂ സെഡ് മ്യാവ്? ആരാ പറഞ്ഞത് മ്യാവ് എന്ന് ആരാ പറഞ്ഞത്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. അവൻ റൂസ്റ്ററിനോട് ചോദിച്ചു. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്. എന്താ പറഞ്ഞത്? ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകളിങ്ങനെ അടിക്കൂലേ, അതിനാണ് ഫ്ലാപ്ഡ് എന്ന് പറയുക കേട്ടോ. ചിറകുകളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് പറപ്പിക്കുന്ന പോലെ ആക്കി. ഓക്കെ, എന്നിട്ട് എന്താ ചോദിച്ചത് നോക്കി. എന്നിട്ട് പറഞ്ഞു, ചിറകുകളിങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു, കോക്ക് എ ഡൂഡിൽ ഡൂ. കോക്ക് എ ഡൂഡിൽ ഡൂ എന്ന് വെച്ചാൽ എന്താ? കൊക്കരക്കോ എന്ന് പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ കോക്ക് എ ഡൂഡിൽ ഡൂ എന്ന് പറഞ്ഞതാണ്. എങ്ങനെ പൂവൻകോഴി എങ്ങനെ കാര്യം? കൊക്കരക്കോ എന്നല്ലേ. നോക്കൂ, ദ റോസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ്. എന്നിട്ട് ഒച്ചത്തിൽ പാടി. എങ്ങനെ? സാങ് എന്ന് പറഞ്ഞാൽ പാടി അല്ലേ. സിങ്, SING, സിങ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സാങ്. ഓക്കെ, SING സാങ്. ഓക്കെ, എന്നിട്ട് കൊക്കരക്കോ എന്ന് പാടി. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കി അവിടെ. വേർ ആർ ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ? എവിടെയാണ് ഇപ്പോൾ പപ്പി റൂസ്റ്റർ ഉള്ളത്? ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ ആർ ഇൻ ദ യാർഡ് അല്ലേ, മുറ്റത്താണ് ഉള്ളത്. ഓക്കെ, YARD, യാർഡ്, മുറ്റത്താണ് പപ്പിയും റൂസ്റ്ററും ഉള്ളത്. ഓക്കെ, മ്യാവ്. ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. പിന്നെയും പപ്പി എന്താണ്? മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു കേട്ടോ. വീണ്ടും, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലേ. ദ പപ്പി വീണ്ടും, പട്ടിക്കുട്ടി വീണ്ടും മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. ഹി സോ എ കെനൽ നിയർ ബൈ. എന്താ കണ്ടത്? കെനൽ, KENNEL. എന്താ കെനൽ എന്ന് പറഞ്ഞാൽ? പട്ടിക്കൂടാണ് കേട്ടോ. കെനൽ എന്ന് പറഞ്ഞാൽ പട്ടിക്കൂടാണ്. ഓക്കെ, ഹി സോ എ കെനൽ നിയർ ബൈ. അടുത്ത് തന്നെ ഒരു പട്ടിക്കൂട് കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിയർ. അത് ഇവിടെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ആ മ്യാവെന്ന് സൗണ്ട് ആക്കുന്ന ആൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. സെഡ് ദ പപ്പി. പപ്പി പറഞ്ഞു. ഹി വാക്ക്ഡ് ടു ദ കെനൽ. ഹി വാക്ക്ഡ് എന്താണ്? വാക്ക് ചെയ്ത് അല്ലേ, ഉള്ളിലേക്ക് കയറി. വാക്ക് ചെയ്ത്, വാക്ക്ഡ്. ഓക്കെ, ഹി വാക്ക് ടു ദ കെനൽ. ആ കെനലിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറി. ഇനി അവിടെ ക്വസ്റ്റ്യൻസ് നോക്കി. വെർ ഈസ് ദ ക്യാറ്റ് നൗ? എവിടെ ഇപ്പം ക്യാറ്റ് എവിടെയുള്ളത്? എവിടെയുള്ളത് നോക്കി. എവിടെയുള്ളതെന്ന് പറ. ദ ക്യാറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ കെനൽ. എവിടെയുള്ളത്? ദ ക്യാറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ കെനൽ. നോക്കി, കെനലിൻ്റെ മുകളിലാണ് ഉള്ളത് അല്ലേ. യെസ്. പിന്നെയോ, ഹൂ ഈസ് ഇൻസൈഡ് ദ കെനൽ? ആരാണ് കെനലിൻ്റെ ഉള്ളിലുള്ളത്? ആരായിരിക്കും? പട്ടിക്കൂടാണ് കെനൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആരാ അതിൻ്റെ ഉള്ളിലുണ്ടാവുക? യെസ്, ഡോഗ് ഉണ്ടാവും അല്ലേ. യെസ്, ദ ഡോഗ് ഈസ് ഇൻസൈഡ് ദ കെനൽ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ, അടുത്ത പേജിൽ നോക്കാമല്ലോ കഥ എന്താണെന്നുള്ളത്. ഹീ സോ എ ഡോഗ് ഇൻ ദ കെനൽ. പപ്പി ആരെയാണ് കണ്ടത്? ഒരു പട്ടിയെ കണ്ടു അല്ലേ. വലിയൊരു പട്ടിയെയാണ് പട്ടിക്കുട്ടി കണ്ടത്. വാസ് ദാറ്റ് യു? അത് നീ ആയിരുന്നോ? വാസ് ദാറ്റ് യു? ഓക്കെ, അത് നീ ആയിരുന്നോ? അപ്പോൾ എന്താ പട്ടി ചോദിക്കുന്നത്? വാട്ട്? എന്തെന്ന് ചോദിച്ചു പട്ടി അല്ലേ. എന്ത് നീ ആയിരുന്നു ചോദിക്കുന്നത്? വാട്ട്? യു സെഡ് മ്യാവ് റൈറ്റ്. നീ മ്യാവ് എന്ന് കരഞ്ഞില്ലേ എന്ന് ചോദിച്ചു അല്ലേ. യു സെഡ് മ്യാവ് റൈറ്റ്. ആരാ? പപ്പി വലിയ പട്ടിയോട് ചോദിക്കലാണ് കേട്ടോ. മീ? ബോ ബോ. ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. ഞാനോ? ഞാൻ മ്യാവ് എന്ന് പറയാനോ എന്നുകൊണ്ട് ബൗ ബൗ എന്ന് ഒച്ചത്തിൽ കുരച്ചു. എന്നിട്ട് ചോദിച്ചു, ആർ യു ജോക്കിംഗ് പപ്പി? പട്ടിക്കുട്ടി നീ എന്താ തമാശ കളിക്കലാണോ? നീ എന്താ എന്നെ കളിയാക്കലാണോ എന്ന് ദേഷ്യത്തോടു കൂടി പട്ടി ചോദിച്ചു. ഓക്കെ, ദ ഡോഗ് ഗോട്ട് ആംഗ്രി. പട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഓക്കെ, ഹൂ ഗോട്ട് ആംഗ്രി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി അല്ലേ. വിൽ ഹി അറ്റാക്ക് ദ പപ്പി? നമ്മുടെ പട്ടിക്കുട്ടി ആ ഡോഗ് അറ്റാക്ക് ചെയ്യായിരിക്കുമോ? അത് നമുക്കറിയില്ല അല്ലേ. നമുക്ക് നോക്കാം കേട്ടോ. അറ്റാക്ക് ചെയ്യുമോ? ഇല്ല, അപ്പോൾ അറ്റാക്കൊന്നും ചെയ്യില്ല അല്ലേ. എന്നിട്ട് ദ പപ്പി വാസ് എഫ്രൈഡ്. പട്ടിക്കുട്ടി പേടിച്ചു പോയി. ഓക്കെ, ദ പപ്പി വാസ് എഫ്രൈഡ്. എഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയന്ന് പോയി, പേടിച്ചു പോയി. ഓക്കെ, ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. ഹി റഷ്ഡ്, RUSHD. റഷ്ഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ അവിടുന്ന് ഓടിപ്പോയി. ഓക്കെ, എങ്ങോട്ടൊക്കെ ഓടിയത്? അവിടെ അടുത്തുള്ള ചെടി തോട്ടത്തിലേക്ക് അല്ലേ, പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോയി. ഓക്കെ, ഹി ഹിഡ് അണ്ടർ എ ബുഷ്. എന്താ ചെയ്തത്? അവൻ ഓടിപ്പോയിട്ട് ഹിഡ്. HID, ഹിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്. HIDE, ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹിഡ് കേട്ടോ. അവൻ ഓടിപ്പോയിട്ട് ഒരു ബുഷിൻ്റെ അടുത്ത്. ബുഷ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റിച്ചെടി. ഓക്കെ, ഒരു ബുഷിൻ്റെ അടുത്ത് പോയിട്ട് ഒളിച്ചിരുന്നു. ഓക്കെ, ഹി ഹിഡ് അണ്ടർ എ ബുഷ്. ഓക്കെ, വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്? ആ പട്ടിക്കുട്ടിക്ക് ഇനിയെങ്കിലും ആ പൂച്ചയെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കുമോ? അറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. എന്നിട്ട് നോക്ക്. ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. പപ്പി അങ്ങനെ നടന്നിട്ട് ഗാർഡനിലെത്തിയായിരുന്നു അല്ലേ, ഓടിയിട്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഹണി ബീനെ കണ്ടു. തേനീച്ച. ഹണി ബി എന്ന് പറഞ്ഞാൽ തേനീച്ച. ഒരു പൂവിൻ്റെ മേലിരിക്കുന്ന തേനീച്ചയെ കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിം. ഇത് അവൻ തന്നെയായിരിക്കും, ഇവൻ തന്നെയായിരിക്കും ഒച്ചയാക്കിയിട്ടുണ്ടാവുക. ഇറ്റ് മസ്റ്റ് ബി ഹിം, അവൻ തന്നെയായിരിക്കും ഒച്ചയാക്കിയിട്ടുണ്ടാവുക. ഓക്കെ,
തോട്ട് ദ പപ്പി. പപ്പി വിചാരിച്ചു. യു സെഡ് മിയാവ് ഡിഡിൻറ്റ് യു? നീയാണ് മ്യാവ് എന്ന് പറഞ്ഞത് അല്ലേ? യു സെഡ് മിയാവ് ഡിഡിൻറ്റ് യു? എന്നൊക്കെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് വിൽ ദ ഹണി ബി സേ? എന്തായിരിക്കും ഹണി ബി എന്തായിരിക്കും അവനോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? ആഹാ നോക്കി. എന്നിട്ട് മീ, ഞാനോ? മീ ബസ്ഡ് ദ ഹണി ബി. എന്താ ചെയ്തത്? തേനീച്ച മൂളില്ലേ? എന്ന് മൂളുന്നതിനാണ് ബസ്ഡ് എന്ന് പറയുക കേട്ടോ. തേനീച്ചനെ മൂളുന്ന സൗണ്ടാണ്. ഓക്കെ, ബസ്ഡ് ദ ഹണി ബി. ഓക്കെ, ഗോ എവേ, വേഗം ഇവിടുന്ന് പോയിക്കോ. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. എന്താ ചെയ്ത്? എന്ത് ചെയ്തു? തേനീച്ച അതിൻ്റെ മൂർത്ത കൊമ്പ് വെച്ചിട്ട് പപ്പിയുടെ മൂക്കിനിട്ടൊരു കുത്ത് വെച്ച് കൊടുത്തു. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അയ്യോ, പപ്പി കരഞ്ഞു അല്ലേ? ഉച്ചത്തിൽ കരഞ്ഞു. ഓക്കെ, ഇവിടെ സ്റ്റങ്ങിൻ്റെ മീനിങ് കുത്തി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റങ് എന്ന് പറയുന്നത് ആക്ച്വലി തേനീച്ചയും കൊതുകൊക്കെ കുത്തുന്നതിനാണ് സ്റ്റിങ്. അതിൻ്റെ പാസ്റ്റ് സ്റ്റങ് എന്ന് പറയാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ മനുഷ്യന്മാരെ കുത്തുന്നതിന് വേറെ വാക്കുകളുണ്ട്. ഒക്കെ സ്റ്റാബ് എന്നൊക്കെ പറയും. ഓക്കെ, ഇവിടെ കുത്തിക്കരുന്നതിന് പിയേഴ്സ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ എന്താണ്? തേനീച്ച കുത്തുന്നതും കൊതുക് കുത്തുന്നതും അങ്ങനെയുള്ള വാക്കാണ് സ്റ്റിങ് കേട്ടോ. അതിൻ്റെ പാസ്റ്റാണ് സ്റ്റങ്. ഓക്കെ ഓക്കെ നോക്കിയാൽ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ദ ഹണി ബി ചേസ് ദ പപ്പി? എന്തിനാണ് ആ പട്ടിക്കുട്ടിയെ ഹണി ബി ചേസ് ചെയ്തത്? പുറത്തുതന്നെ പോയത് എന്തിനാണ്? ദ ഹണി ബി ചേസ് ദ പപ്പി ബിക്കോസ് ഇറ്റ് വാണ്ടഡ് ദ പപ്പി ടു ഗോ എവേ അല്ലേ? പപ്പി അവിടുന്ന് പോകണമായിരുന്നു അവന് അല്ലേ? ദേഷ്യം വന്നു. ഹി ഗോട്ട് ആംഗ്രി അല്ലേ? എന്തിനാണ് ആംഗ്രി വന്നത്? ദേഷ്യം വന്നത്? പപ്പി ചോദിച്ചു, നീയാണോ മ്യാവ് എന്നുള്ള സൗണ്ട് ആക്കിയതെന്ന് ചോദിച്ചപ്പോൾ ദ ഹണി ബി ഗോട്ട് ആംഗ്രി. ഹണി ബിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഹണി ബി അതിനെ പപ്പിയെ ചേസ് ചെയ്തത്. ഓക്കെ ഓക്കെ എന്നിട്ട് നോക്കിയേ. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. അപ്പം അങ്ങനെ പപ്പി തേനീച്ചനെ പേടിച്ച് ഓടിയിട്ട് എന്താണ് ഒരു പോണ്ടിൽ അല്ലേ, ഒരു കുളത്തിൽ പോയി തുള്ളി. ഓക്കെ, ജംപ്ഡ് എന്ന് പറഞ്ഞാൽ തുള്ളി. ഓക്കെ, ദ ഹണി ബി വെൻ ബാക്ക്. ഓക്കെ, പട്ടിക്കുട്ടി കുളത്തിൽ ചാടിയതുകൊണ്ട് ഹണി ബി എന്ത് ചെയ്തു? തിരിച്ചു പോയി. ഓക്കെ, ദ പപ്പി കെയിം ഔട്ട്. അങ്ങനെ പട്ടിക്കുട്ടി ഹണി ബി പോയി എന്ന് കണ്ടപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ, മ്യാവ് സംബഡി സെഡ് അഗെയിൻ. വീണ്ടും ആരോ മ്യാവ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ 2 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ താഴെ. വെർ ഈസ് ദ ക്യാറ്റ് നൗ? എവിടെ ഇപ്പം ക്യാറ്റ് എവിടെയുള്ളത്? ദ ക്യാറ്റ് ഈസ് ഹൈഡിങ്. എവിടെയാണ്? ബിഹൈൻഡ് ദ ഗ്രാസ് അല്ലേ? നിയർ ദ പോണ്ട്. ദ ക്യാറ്റ് ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ഗ്രാസ്. ഓക്കെ, വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? ആ പട്ടിക്കുട്ടി ക്യാറ്റിനെ കാണുമായിരിക്കോ? ശരിക്കും കാണേണ്ടതാണ്, പക്ഷേ ഈ സ്റ്റോറിയിൽ കാണുമോ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് നോക്ക്. ദ പപ്പി സോ എ ഫ്രോഗ്. പപ്പി എന്തിനാണ് കണ്ടത്? ക്യാറ്റിനെ അല്ല, പകരം ഒരു ഫ്രോഗിനെ അല്ലേ? ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള. ഓക്കെ, ദ പപ്പി സോ എ ഫ്രോഗ്. ക്യാൻ യു സേ മ്യാവ്? പപ്പി ചോദിക്കലാണേ, നിനക്ക് മ്യാവ് എന്ന് കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ക്രോക്ക് ക്രോക്ക്. വാട്ട് ഈസ് സില്ലി പപ്പി? തവള എങ്ങനെയാണ് കരയാ? ക്രോക്ക് ക്രോക്ക് എന്ന് കരഞ്ഞു അല്ലേ? എന്നിട്ട് പറയുകയാണ് വാട്ട് ഈസ് സില്ലി പപ്പി. അയ്യേ, എന്ത് വെഡ്ഡിയാണ് ഈ പട്ടിക്കുട്ടി. അയ്യേ, ഇതൊന്നും അറിയില്ലേ? തവള എങ്ങനെയാണ് കരയെന്ന് അറിയില്ലേ ഈ പട്ടിക്കുട്ടിക്ക് എന്ന് തവള ചോദിക്കലാണ്. ഓക്കെ, ഫ്രോഗ്സ് ക്യാൻ ഓൺലി ക്രോക്ക്. ഫ്രോഗ്സിന് ക്രോക്ക് എന്ന് കരയാൻ മാത്രമേ അറിയുള്ളൂ. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. ഫ്രോഗ് തിരിച്ച് വെള്ളത്തിലേക്ക് ചാടിപ്പോയി. ഓക്കെ, ക്രോക്ക് ക്രോക്ക് എന്ന് കരഞ്ഞുകൊണ്ട് അത് വെള്ളത്തിലേക്ക് തുള്ളിപ്പോയി. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കി. വേർ വിൽ ദ പപ്പി ഗോ നൗ? ഇനി പപ്പി എങ്ങോട്ടാണ് പോവുക? പാവം പപ്പി അല്ലേ, അറിയില്ല. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോവുകയെന്ന് കേട്ടോ. എന്നിട്ട് നോക്ക്, പപ്പി തിരിച്ച് വീട്ടിലേക്ക് വന്നു അല്ലേ? ദ പപ്പി വെൻറ്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. പപ്പി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഓക്കെ, വീട്ടിലേക്ക് പോയി. ഓക്കെ, ഹി വാസ് വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നനഞ്ഞു. വെള്ളത്തിൽ തുള്ളിയില്ലേ, അപ്പോൾ എല്ലാം നനഞ്ഞു പോയി കേട്ടോ. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. ഭയങ്കര സങ്കടമായി. ഇത്രയും നേരം പരതിയിട്ടും ആ മ്യാവെന്ന് കരഞ്ഞയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പപ്പി ഭയങ്കര സങ്കടത്തിലുമായി, ആകെ നനഞ്ഞു കുതിരുകയും ചെയ്തു കേട്ടോ. ഇനി നോക്കി ക്വസ്റ്റ്യൻ നോക്കി. വൈ ആർ ദ ഡോഗ് ആൻഡ് ദ റൂസ്റ്റർ ലുക്കിംഗ് അറ്റ് ദ പപ്പി? എന്തിനാണ് ആ ഡോഗും റൂസ്റ്ററും ഒക്കെ പപ്പിയെ തന്നെ നോക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പപ്പി വാസ് ഓൾ വെറ്റ് ആൻഡ് ഹി വാസ് വെരി സാഡ്. ഹി വാസ് ലുക്കിംഗ് വെരി സാഡ് അല്ലേ? പപ്പി ഭയങ്കര നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കര സങ്കടത്തിലുള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് എല്ലാവരും റൂസ്റ്ററും ഡോഗും ഒക്കെ പപ്പീനെ തന്നെ നോക്കിയത്. ഓക്കെ, എന്നിട്ട് നോക്കൂ. ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. എന്താണ് ഹി ലേ? ഓക്കെ, എന്ത് ചെയ്തു? അവൻ വന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു മാറ്റ് ഉണ്ടായിരുന്നു, നിലത്ത് വിരിച്ചിട്ട് ഒരു മാറ്റിൻ്റെ അകത്ത്. ഓക്കെ, കട്ടിലിൻ്റെ അടുത്തുള്ള ഒരു മാറ്റിൻ്റെ അകത്ത് അവൻ കിടന്നു. ഓക്കെ, ഹി ലേ, LAY ലേ. ഓക്കെ, ലേ എന്ന് പറയുന്നത്
ലൈ LIE ലൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ അവിടെ കിടന്നു, റെസ്റ്റ് എടുത്തു അല്ലേ, റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, എന്നിട്ടോ സഡൻലി ഹി ഹെഡ് മ്യാവ്. പിന്നെയും പെട്ടെന്ന് പിന്നെയും അവൻ മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. ഓക്കെ, വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്. ഇനിയെങ്കിലും പപ്പിക്ക് ആ ക്യാറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്? ഓക്കെ, നോക്കാം കേട്ടോ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. എന്താണ്? പെട്ടെന്ന് കരച്ചിൽ കേട്ടപാട് പപ്പി ചാടി എണീറ്റു. ഹി ജംപ്ഡ് അപ്പ്, ചാടി എണീറ്റു. ഓക്കെ, ആൻഡ് സോ കണ്ടു എന്ത്? എ ഫാറ്റ്, ഭയങ്കര തടിച്ച ഒരു പൂച്ച. എവിടെയാണ്? ഓൺ ദ ടേബിൾ. എവിടെയാണ്? ടേബിളിൻ്റെ മുകളിൽ. ഓൺ ദ ടേബിൾ കേട്ടോ, ടേബിളിൻ്റെ മുകളിൽ ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടു. വെർ ഇസ് ദ ക്യാറ്റ് നൗ? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. വാട്ട് വിൽ ദ പപ്പി ഡു? പപ്പി ഇപ്പം എന്താ ചെയ്യുക? അത് നമുക്കറിയില്ല അല്ലേ. പപ്പിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും അല്ലേ. പപ്പി എത്ര നേരമായി ഓടി നടക്കുന്ന പൂച്ചേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, പപ്പി എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ബൗ ബൗ ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. എന്താ ചെയ്ത്? ബൗ ബൗ എന്ന് പട്ടിക്കുട്ടി ഒച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി അല്ലേ. ബൗ ബൗ എന്ന് ബാർക്ക് ചെയ്യാൻ തുടങ്ങി. ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ബാർക്ക്, BARK, ബാർക്കിൻ്റെ പാസ്റ്റാണ് ബാർക്ക്ഡ്. ഓക്കെ, കുരച്ചു. അറ്റ് ദ ക്യാറ്റ്, പൂച്ചയെ നോക്കി ഒച്ചത്തിൽ ദേഷ്യത്തോടെ കുരച്ചു. ദ ക്യാറ്റ് ആർച്ച്ഡ് ഹിസ് ബാക്ക് ആൻഡ് ഹിസ്ഡ്. ഓക്കെ, എന്താണ് ആർച്ച്ഡ്? ARCHED. കണ്ടോ പൂച്ച ആ ചിത്രത്തിൽ കണ്ടോ ഇങ്ങനെ നടുവെല്ലാം പൊക്കി പിടിക്കുന്നത്? പൂച്ചയ്ക്ക് ദേഷ്യം വരുമ്പം ചെയ്യുന്നതാണ് അതല്ലേ. ദേഷ്യം വരുമ്പം പൂച്ച ഇങ്ങനെ നടുവൊക്കെ പൊക്കി പിടിക്കും, ആർച്ച് പോലെ അല്ലേ. അതുപോലെ പൊക്കി പിടിച്ചിട്ട് എന്താണ് ഒച്ചത്തിലിങ്ങനെ സൗണ്ടാക്കി, ദേഷ്യത്തോടു കൂടി സൗണ്ടാക്കി. ഓക്കെ ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കി. ഹൂ ഈസ് ആംഗ്രി? ആരാണ് ഇവിടെ ദേഷ്യം? ദ ക്യാറ്റ് ഈസ് ആംഗ്രി ഹിയർ അല്ലേ. ക്യാറ്റിനാണ്, പൂച്ചയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, വിൽ ദ പപ്പി ബൈറ്റ് ദ ക്യാറ്റ്? ആ പട്ടിക്കുട്ടി പൂച്ചയെ കടിക്കുമായിരിക്കുമോ? ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക കേട്ടോ, BITE, ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക. പട്ടിക്കുട്ടി പപ്പി പൂച്ചയെ കടിക്കുമായിരിക്കുമോ? വിൽ ഇറ്റ് ബൈറ്റ്? അത് നമുക്കറിയില്ല അല്ലേ. നമുക്ക് നോക്കാം, കടിക്കുമായിരിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നോക്കൂ. ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. എന്താ ചെയ്തത്? പൂച്ച ദേഷ്യത്തോടു കൂടിയല്ലേ നടുവലിങ്ങനെ വളച്ചിട്ട് ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. പപ്പിയുടെ മുകളിലേക്ക്, ആ പട്ടിക്കുട്ടിയുടെ മുകളിലേക്ക് ആ പൂച്ച ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു. എന്നിട്ടോ ഫിർ മ്യാവ്, കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി മ്യാവ് എന്ന് കരഞ്ഞുകൊണ്ട് എന്തോ ചെയ്തു അല്ലേ. ഫിർ എന്ന് കാണുന്നുണ്ട് അവിടെ. എന്താ നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു? The cat jumped at the puppy. Okay, what did the cat do? The cat jumped at the puppy. Will the puppy get hurt? പപ്പിക്ക് എന്തെങ്കിലും ഹേർട്ട്, മുറിവ് പറ്റിയിട്ടുണ്ടാവുമായിരിക്കും, വേദന എടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഹേർട്ട്, HURT, ഹേർട്ട് എന്ന് വായിക്കണം കേട്ടോ. വിൽ ദ പപ്പി ഗെറ്റ് ഹേർട്ട്? എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം കേട്ടോ. ദ പപ്പിക്ക് മുറിവ് പറ്റി കേട്ടോ. നോക്കിയേ. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. എന്താ ചെയ്ത്? സ്ക്രാച്ച് ചെയ്തു അല്ലേ, മാന്തി, ചെവിക്ക് മാന്തി. നോക്കി, ഒരു ചെവിയിൽ നിന്ന് ഒരു തുള്ളി ചോര വരുന്നുണ്ട് അല്ലേ, റെഡ് കളർ കണ്ടോ അവിടെ. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. പൂച്ച പട്ടിക്കുട്ടിയുടെ ചെവിക്ക് ഒരു മാന്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഓക്കെ, വേർ വിൽ ദ ക്യാറ്റ് ഗോ? ക്യാറ്റ് എങ്ങോട്ടേക്ക് ഓടിപ്പോയി അല്ലേ. മേ ബി അതിൻ്റെ വീട്ടിലേക്കായിരിക്കും. ഓക്കെ, വാട്ട് വിൽ ദ പപ്പി ഡൂ നൗ? ഇനിയിപ്പോൾ പപ്പി എന്താ ചെയ്യുക? പപ്പിക്ക് ആകെ വേദനയായി അല്ലേ. പപ്പി എന്താ ചെയ്യുക? നമുക്ക് നോക്കാം എന്താ ചെയ്യാന്നല്ലേ. എന്നിട്ട് നോക്കി പപ്പി എന്താ ചെയ്യുന്നതെന്ന്. ദ പപ്പി കെയിം ബാക്ക് ടു ഹിസ് മാറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്പ്. ഓക്കെ, വേദന എടുത്ത് പാപം പട്ടിക്കുട്ടിക്കല്ലേ, ചെവിക്ക് കുറച്ച് മുറിഞ്ഞു, ചോരയൊക്കെ വന്നു. എന്നിട്ടോ പപ്പി തിരിച്ച് അവൻ്റെ കിടക്കുന്ന സ്ഥലം മാറ്റിലേക്ക് തന്നെ വന്ന് അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഫെൽ അസ്ലീപ്പ്, അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഓക്കെ, ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഓക്കെ, നൗ ഹി ന്യൂ ഹൂ സെഡ് മ്യാവ്. എന്താണ്? ഇപ്പോൾ അവൻ അറിയാം ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്. ഓക്കെ, നൗ ഹി ന്യൂ, ഇപ്പോൾ അവൻ അറിഞ്ഞു. ഹൂ സെഡ് മ്യാവ്, ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത് എന്ന് അവനിപ്പോൾ അറിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ ഈ സ്റ്റോറി കേട്ടോ. അപ്പോൾ കഴിഞ്ഞു. സീ യു, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.